ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹോം ടൂർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നോക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീടിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂൺ നെസ്റ്റ് എന്നാണ് ഈ വീടിൻ്റെ പേര്. മൂൺ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിലാക്കൂട് എന്നാണ് ഈ വീടിൻ്റെ പേര്. പേര് പോലെ തന്നെ അതിമനോഹരമായ ഒരു ഭവനം തന്നെയാണിത്. ആദ്യം തന്നെ വീടിൻ്റെ മുൻഭാഗത്ത് സൈഡിലായിട്ട് വളരെ വിശാലമായ കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീടിൻ്റെ മുൻഭാഗം അത്രയും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇന്റർലോക്ക് കൂടാതെ കുറച്ച് പോർഷൻ അവർ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട്. അപ്പോൾ സിറ്റ് ഔട്ട് വന്നിട്ട് കുറച്ചുകൂടെ നല്ല അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ ബ്ലോക്സ് ആയിട്ട് ഫില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സൈഡിൽ തന്നെ കുറച്ച് ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവരിവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രാസ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ആ പോർഷനൊക്കെ ഇന്റർലോക്ക് ചെയ്യാത്തതിന് കാരണം ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിവിശാലമായ ഒരു മുറ്റമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് വീടിനുള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡോർ തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ലിവിങ് ഏരിയയാണ്. അതിമനോഹരമായ രീതിയിലാണ് ഇവരിവിടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാളിലുള്ള അതേ കളറുമായിട്ട് മാച്ച് ചെയ്യേണ്ട രീതിയിലാണ് അവർ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സീലിംഗ് ആണ്. സീലിംഗ് വർക്കൊക്കെ അതിമനോഹരമായ രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ലിവിങ് ഏരിയയ്ക്കും സ്റ്റെയർകേഴ്സിനും ഇടയ്ക്ക് ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഒരു വുഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവർ TV യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയ കബോർഡുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെക്കോർ പീസസ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഓണറിൻ്റെ ബ്രദറിൻ്റെ മോളാണ് അവിടെ ആ ഫോട്ടോയിൽ കാണുന്നത്. ഓരോ ഭാഗവും നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ വുഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഫുൾ വർക്കും ചെയ്തിരിക്കുന്നത് ബെർജിൻ ബാബു എന്ന എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേര് ഡ്രീം ഹൗസ് എന്നാണ്. അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയയിൽ നിന്ന് ആദ്യം കാണുന്നതാണ് ഒരു ബെഡ്റൂം. അപ്പോൾ ഈ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഒരു റൂമിന് എന്തൊക്കെ അത്യാവശ്യം വേണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിമനോഹരമായ രീതിയിലാണ് അവർ ഓരോ റൂമും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റൂമിൻ്റെ ബാത്റൂമാണിത്. അപ്പോൾ അതിനകത്തും ഒരു വാഷ് ബേസ്, ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു കബോർഡും നമുക്ക് സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലിവിങ് ഏരിയയ്ക്കും സ്റ്റെയർകേഴ്സിനും ഇടയ്ക്ക് കാണുന്ന ആ ഒരു പോർഷൻ അത്രയും ഒരു മിനി ബാറായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഏരിയ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ മിനി ബാറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇത് കൂടാതെ ഇവിടെ ഇവർ ബുക്സൊക്കെ അറേഞ്ച് ചെയ്യേണ്ട ഒരു പ്ലാനൊക്കെ ഉണ്ട്. നമുക്കിവിടെ ഇരുന്ന് സ്റ്റഡി ചെയ്യാം. അങ്ങനെ ഒരു ബുക്ക് സ്റ്റാളായിട്ടും ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ മിനി ബാർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സ്റ്റെയർകേഴ്സിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും അവർ ഒരു ഭാഗം ഷൂ റാക്കായിട്ടും മറ്റൊരു ഭാഗം ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു സ്പേസ് അവർ ക്ലോസ് ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു ബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്യു ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വാട്ടർഫാൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ അത് ഞാൻ ഇടണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ വാട്ടർഫാൾസും അതിന് ഉള്ളിൽ തന്നെ ഫിഷൊക്കെ സെറ്റ് ചെയ്ത് അടുത്ത് നമ്മൾ പോകുന്നത് ഡൈനിങ് ഏരിയയാണ്. ഡൈനിങ് ഏരിയയുടെ ഇടതുവശത്ത് ഒരു ബെഡ്റൂമും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ കബോർഡ് സെറ്റിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിച്ചൺ ഏരിയ ആണ് കാണുന്നത്. കിച്ചൺ ഏരിയയ്ക്ക് നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് നന്നായിട്ട് അട്രാക്ഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സീലിംഗ് വർക്കൊക്കെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിമനോഹരമായ രീതിയിലാണ് ഇവർ സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഓപ്പൺ കിച്ചണിൻ്റെ ഒരു ഇതിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. ആ ഒരു തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ കബോർഡുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ്.
ഫുള്ളായിട്ടും ഗ്രാനൈറ്റ് കൊണ്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റെപ്സും ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം മൊത്തവും മാർഗനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേട്ടാണ് പോകാൻ പോകുന്നത്. അവിടുത്തെ കാഴ്ചകളിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളിലാണ് ഏറ്റവും മെയിനായിട്ട് അവിടുത്തെ സീലിംഗ് വർക്കാണ്. അതിമനോഹരമായ രീതിയിലാണ് അവിടുത്തെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്സ് കയറി സൈഡിലായിട്ട് ഒരു മിനി ലിവിങ് ഏരിയ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനും സീലിംഗ് വർക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടി വി യൂണിറ്റ് MDF ഷീറ്റ് കൊണ്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ മിനി ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് കീഴെ ആ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നെ അപ്പോൾ ഇതിന് സൈഡിലായിട്ട് മാസ്റ്റർ ബെഡ്റൂമാണ് ഇത്. ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ സീലിംഗ് വർക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത വന്നിട്ട് ഇവിടെ കബോർഡ് അതിമനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലത്തെ ഭാഗവും അവർ ചെറിയ ചെറിയ സ്റ്റോറേജ് ഏരിയ ആയിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആ ബുദ്ധൻ്റെ സ്റ്റാച്യു ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് മറ്റു ബെഡ്റൂമുകളുടെ അപേക്ഷിച്ച് ഇവിടുത്തെ ബാത്റൂം കുറച്ച് വിശാലമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡപ്പാത്തൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളിൽ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ റൂമിനും ബാൽക്കണിക്കും സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വർക്ക് കൊണ്ടാണ്. നമുക്ക് റൂമിനകത്തിരുന്ന് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണുവാൻ സാധിക്കും. ആ ഒരു രീതിക്കാണ് ഇവിടെ ആ വാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ആ ഒരു കുറച്ച് പോർഷനിൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മിനി ബാൽക്കണിയാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു ഭാഗമാണ് പ്രെയർ ഏരിയ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മുകൾ ഫ്ലോറിലെ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ പ്രെയർ ഏരിയ. അപ്പോൾ ഇവിടുത്തെ പ്രെയർ ഏരിയയോട് ചേർന്ന് ഒരു ബെഡ്റൂം ഉണ്ട്. അവിടെയും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതിന് സ്റ്റെയർകേഴ്സിൽ അടിയിൽ വരുന്ന ആ ഭാഗം നമുക്ക് അയൺ ചെയ്യുന്ന ആ ഒരു ഭാഗമായിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്ന ഏരിയ ആയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇവിടെ ഒരു മിനി ഓഫീസായിട്ടും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിനി തേർഡ് ഫ്ലോറിലാണ് പോകുന്നത്. ഇതാണ് ഇവിടെ തേർഡ് ഫ്ലോറിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിന് ഉള്ളിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കോമൺ ബാത്റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് ഇവർ ഓരോ വർക്കുകളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനും ഇതുപോലെ വേറെ ഡിസൈൻസുകളും ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ബെർജിൻ ബാബുവിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ ഫോൺ നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.